നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 29 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മികച്ച ഭക്ഷണാനുഭവങ്ങളും പുതിയ ആഭരണങ്ങളും നേടാൻ അവസരമുണ്ടാകും. ഏറ്റെടുക്കുന്ന ജോലികൾ അനായാസം പൂർത്തിയാക്കാനും ജീവിത പങ്കാളിയോടൊപ്പം സുന്ദര നിമിഷങ്ങൾ ചിലവഴിക്കുവാനും മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. നിസ്സാര കാര്യങ്ങളിൽ പോലും നിയമങ്ങളും വ്യവസ്ഥകളും കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. ആശയവിനിമയങ്ങളിലെ അശ്രദ്ധ സാമ്പത്തിക നഷ്ടങ്ങൾക്കും തടസ്സങ്ങൾക്കും വഴിവെക്കാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ ഇടപാടുകളിലും വളരെ ജാഗ്രതാപൂർണമായ സമീപനം ആവശ്യമാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ട ദിവസമാണിത്. അനുയോജ്യമല്ലാത്ത ബന്ധങ്ങൾ ഒഴിവാക്കി വിശ്വസ്തരായ സുഹൃത്തുക്കളോടൊപ്പം മാത്രം സമയം ചിലവഴിക്കുന്നത് തൊഴിലിടങ്ങളിലെയും സാമ്പത്തിക കാര്യങ്ങളിലെയും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ സഹായിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയമായില്യം. ആരോഗ്യം പൂർണ്ണമായും തൃപ്തികരമായിരിക്കുകയും ഗ്രഹത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ ഇടവരുകയും ചെയ്യും. ദാമ്പത്യ ഐക്യം, പുതിയ വാഹന ഭാഗ്യം, മികച്ച ഭക്ഷണം എന്നിവയിലൂടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും പ്രശസ്തി കാര്യമായി വർദ്ധിക്കുകയും ചെയ്യും. തൊഴിൽ മേഖലയിലും ബിസിനസ്സിലും ശ്രദ്ധേയമായ വിജയവും സാമ്പത്തിക നേട്ടവും സ്വന്തമാക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം നിലനിൽക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. തൊഴിലിടങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുവാനും സാമ്പത്തിക കാര്യങ്ങളിലും സ്വത്ത് വിവരങ്ങളിലും പൂർണ്ണമായ കൃത്യത പുലർത്തുവാനും എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കൃത്യമായ വ്യായാമങ്ങളോ ധ്യാനമോ ശീലമാക്കേണ്ട സമയമാണിത്. യാത്രകളിലും പുതിയ ചുറ്റുപാടുകളിലും കൂടുതൽ ശ്രദ്ധ നൽകുകയും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തൊഴിൽ മേഖലയിൽ മികച്ച വിജയവും സാമ്പത്തികമായ വലിയ ഉന്നതിയും സ്വന്തമാക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി ചേർന്ന് മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും പുതിയ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും നേടുവാനും അവസരമുണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അനാവശ്യ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുവാൻ ആശയവിനിമയത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. തലവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കരുതൽ വേണം. വെല്ലുവിളികളെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നേരിടാൻ ശ്രമിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണ മോചനം ലഭിക്കുകയും കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരുടെ മികച്ച പിന്തുണയിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽപരമായ വിജയവും സ്വന്തമാക്കാൻ സാധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മാനസിക അസ്വസ്ഥതകൾ ഒഴിവാക്കുവാൻ വെല്ലുവിളികളെ ചിട്ടയായ പ്ലാനിങ്ങിലൂടെ മറികടക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും തടസ്സങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തികച്ചും പ്രായോഗികമായ സമീപനം സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്താനും പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമായ സഹായങ്ങൾ ലഭിക്കുന്നത് വഴി ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും വർദ്ധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.